വി ഹാവ് ടച്ച്ഡ് എ ലോട്ട് ഓഫ് ലൈഫ്സ്. 500ഓളം പേർക്ക് നല്ല മരണം ഒരുക്കി കൊടുത്തു. 32,000-ഓളം പേരെ പരിചരിച്ചു ഇതുവരെ. 92 വയസ്സുള്ള ഒരു അമ്മേനെ ഒരു ഹോം നേഴ്സ് വേണ്ട രീതിയിൽ പരിചരിക്കുന്നില്ല എന്നുള്ളത് നേരിട്ട് കാണാനിടയായി. അത് വളർന്നു വലുതായി ഒരു ആശയമായി മാറി. അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് ഒരു പ്രൊഫഷണൽ നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി. കേരളം മുഴുവൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരുമാതിരി എല്ലാ വീടുകളും വൃദ്ധസദനങ്ങളാണ്. ഒരപ്പനോ ഒരമ്മയോ അല്ലെ രണ്ടുപേരും പ്രായമായിട്ടിരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഈ ലോൺലിനെസ് എന്ന് പറയുന്നത് ഒരു വലിയ കില്ലറാണ്. പുള്ളി വന്നപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമുള്ളൂ, എന്നെ കഷ്ടപ്പെടുത്തരുത്. അത് കഴിഞ്ഞപ്പോൾ അന്നേരത്ത് ആ ഒരു മരിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ അതിൻ്റെ കയ്യിലൊരു ഉമ്മയൊക്കെ തന്നേച്ച് പറഞ്ഞു, ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു. കോർപ്പറേറ്റ് ലോകത്ത് 18 വർഷത്തെ സമർപ്പിതമായ ജീവിതം, അതിനിടയിൽ പൊടുന്നനെയുണ്ടായ ഹൃദയസ്പർശിയായ ഒരനുഭവം, അത് ജീവിതത്തെ ആകെ തന്നെ മാറ്റിമറിക്കുക. സിഗ്നേച്ചർ ഏജ്ഡ് ഹോം മാനേജിംഗ് ട്രസ്റ്റി ജോസഫ് അലക്സിന് സംഭവിച്ചത് അത് തന്നെയാണ്. നടുക്കിക്കളഞ്ഞ ഒരു ജീവിതാനുഭവമാണ് കേരളത്തിലെ വയോജനങ്ങൾക്ക് സാന്ത്വനമേകുന്ന ഒരു ജീവിത വഴി തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. 200ഓളം പേർക്ക് പരിചരണം നൽകുന്ന 3 കേന്ദ്രങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. കേരളത്തിന്റെ മാറുന്ന ചുറ്റുപാടിൽ അപാര സാധ്യതകളുള്ള പരിചരണ മാതൃക അദ്ദേഹം എങ്ങനെ രൂപപ്പെടുത്തി? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം ശ്രീ അലക്സ്. താങ്കൾക്ക് ആദിത്യ ബിർലയിലും അശോക് ലെയ്ലാൻഡിലുമായിട്ടൊരു 2 പതിറ്റാണ്ടോളം നീണ്ട കോർപ്പറേറ്റ് കരിയറുണ്ട്. ഏതൊരു നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തത ജീവിതത്തിൻ്റെ വേറിട്ട പാതയിലേക്ക് നീങ്ങാനായിട്ട് താങ്കൾ തീരുമാനിക്കാനുണ്ടായിരുന്നു? അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഒരു 92 വയസ്സുള്ള ഒരു അമ്മേനെ ഒരു ഹോം നേഴ്സ് വേണ്ട രീതിയിൽ പരിചരിക്കുന്നില്ല എന്നുള്ളത് നേരിട്ട് കാണാനിടയായി. അതൊരു ട്രിഗറായിരുന്നു. അങ്ങനെ എത്രയോ ആൾക്കാർ വീടുകളിൽ പ്രായമുള്ളവർ എന്നാ പറയുന്നത് നല്ല പരിചരണം കിട്ടാതെ കിടക്കുന്നുണ്ടാവും എന്നുള്ളൊരു തോട്ട്. പിന്നെ ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് മേഖലയിൽ സെയിൽസിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, എന്നെങ്കിലും ഇതിൽ നിന്നൊരു മോചനം വേണം, ഈ ടാർഗറ്റ്സും പ്രഷേഴ്സൊക്കെ ഒന്ന് മാറണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയവും കൂടെയൊക്കെയാണ് അന്നേരം. അപ്പം ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെ മനസ്സിൽ കിടന്നു, അത് വളർന്നു വലുതായി ഒരു ആശയമായി മാറി. അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് ഒരു പ്രൊഫഷണൽ നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി. വീടുകളിൽ കിട്ടുന്നതിൽ കൂടുതൽ പരിചരണവും സ്നേഹവും കരുതലും ഒക്കെ കിട്ടുന്നൊരു ഇടം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് കെയർ എന്നുള്ള ആശയത്തിൽ തുടങ്ങി അങ്ങനെ ഇവിടെ എത്തിയതാണ്. 2015 ആദ്യത്തേത് തുടങ്ങി, പിന്നീട് എങ്ങനെയാണ് അത് വിപുലീകരിച്ച് അടുത്തതിലേക്കൊക്കെ പോകാൻ? ആദ്യമേ തുടങ്ങുമ്പം നമുക്കിതിനെക്കുറിച്ചും വലിയൊരു ഗ്രാഹ്യമില്ല. ഇപ്പം തുടങ്ങി മരണങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു മനുഷ്യൻ മരിക്കണേലും അതിനൊരു സേഫ് ആൻഡ് സൗണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കേപ്പബിളായിട്ടുള്ള കരങ്ങളിലൂടെ കടന്നു പോയാൽ ആ മരണം കുറച്ചുകൂടെ ഈസി ആക്കാം എന്നൊക്കെയുള്ളത് മനസ്സിലായി തുടങ്ങി. അപ്പം ആദ്യത്തെ യൂണിറ്റ് എക്സ്ക്ലൂസീവ്ലി ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ വേണ്ട ആൾക്കാരെ താമസിപ്പിക്കുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ തീർത്തും കിടപ്പായവരും അവസാന സമയങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരായി. സെക്കൻഡ് യൂണിറ്റ് 2019 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത് ബേസിക്കലി അത്യാവശ്യം സ്വന്തം കാര്യം അവർ തന്നെ ചെയ്യും. ഒരു കെയർ ഹോമിൻ്റെയൊക്കെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ അവർ ചെയ്തോളും. ബട്ട് ദേ വുഡ് നീഡ് ഹെൽപ്പ് ആൻഡ് സൂപ്പർവിഷൻ. പിന്നെ മറവിയുള്ളവർ അവരും ഇതിൻ്റെ എല്ലാം മിക്സിലുണ്ട്. അപ്പം അവരെ കൊണ്ട് മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്നാ വെച്ചാൽ അവർ ഒച്ചപ്പാടുണ്ടാക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓർമ്മയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കഥ തുറക്കുകയും അല്ലെങ്കിൽ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് 1 വർഷം മുന്നേ അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഡിമെൻഷ്യയും അൾഷൈമേഴ്സൊക്കെ ഉള്ളവരെ താമസിപ്പിക്കുന്ന ഒരു ഹോമായി. എങ്ങനെയാണ് അപ്പോൾ സിഗ്നേച്ചറിനെ എങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്തമാക്കി കൊണ്ടുപോകുന്നത്? ബേസിക്കലി അവർക്ക് ഇതൊരു പ്രൊഫഷണൽ നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി ആയതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം വെൽബീയിങ് വുഡ് ബി മച്ച് ബെറ്റർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി പ്രഷർ നോക്കി ആവശ്യത്തിനനുസരിച്ച് മരുന്ന് കൊടുക്കുക, ഷുഗർ നോക്കി ആവശ്യത്തിന് മരുന്ന് കൊടുക്കുക. ഇപ്പം നമ്മളെ വീടുകളിലൊക്കെ അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഇല്ലല്ലോ. അതായത് ഡോക്ടർ പ്രഷറിന് മരുന്ന് കൊടുത്തേക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം ചിലപ്പോൾ അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. മരുന്ന് ഡയബറ്റീസിന് മരുന്ന് കൊടുത്തേക്കുന്നു, അതും ചിലപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്യാതെ അങ്ങ് വർഷങ്ങളോളം കഴിക്കുന്നവരാണ് പകുതി. ഇവിടെ എന്ന് പറഞ്ഞാൽ നോക്കി ആവശ്യത്തിന്. അപ്പം ഞാനെപ്പോഴും പറയും, നമ്മളുടെ സിസ്റ്റം നന്നായിട്ട് ഓടണമെങ്കിൽ അതിന് വേണ്ട ഒരിതുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഒരു മൊബൈൽ അല്ലെങ്കിൽ എന്ത് സാധനം വർക്ക് ചെയ്യണതിന് വേണ്ട വോൾട്ടേജ് വേണം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മനുഷ്യന് ഓടാനും ആവശ്യത്തിനുള്ള പ്രഷറും ആവശ്യത്തിനുള്ള ഷുഗറും എല്ലാം വേണം. അപ്പോൾ അത് ചെക്ക് ചെയ്ത് വെച്ച് ചെയ്യുന്നതുകൊണ്ട് അവരുടെ വെൽബീയിങ് ഇസ് മച്ച് ബെറ്റർ. അപ്പോൾ അവർ വന്നൊരു 2-ാം പക്കം 3-ാം പക്കം തന്നെ അവർക്ക് ഒരു വ്യത്യാസം വന്നു തുടങ്ങും. പിന്നെ ഡെയിലി കുളിപ്പിക്കുക, കഴിയിക്കുക, സ്നേഹം കൊടുക്കുക,
see what really works in old age is love, care, compassion, empathy, personal touch, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ പറയാം, നമ്മുടെ വീടുകളിൽ ഇപ്പം അപ്പനെയും അമ്മയും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് നാളെ എത്ര ആയിട്ടുണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അവരുടെ നഖം വെട്ടുക എന്നുള്ള. ഇവിടെ പലരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ചിലരുടെ നഖം മുറിക്കേണ്ട അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. അത് നല്ല പരിചരണം, നല്ല ഇത് കിട്ടുമ്പോഴത്തേന് അവർക്ക് ഈ ഞങ്ങളുടെ റെസിഡൻസ് തന്നെ ഹാപ്പിയാണ്. അവർ പിന്നെ തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പോയാൽ തന്നെ പോയേച്ച് തിരിച്ചെങ്ങനെയെങ്കിലും ഇങ്ങനെ വരാനുള്ള അഭ്യാസങ്ങളാണ് പിന്നെ അവർ കാണിക്കുക. ഈ കിടപ്പ് രോഗികളല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷനുള്ള അവസരങ്ങളും പിന്നെ കോമൺ ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ടെന്നേ. രാവിലെയും വൈകിട്ടും ഒക്കെ പുറത്തിറങ്ങും, പാട്ട് പാടും, അങ്ങനെ ക്വിസ് ഉണ്ട്, ക്യാരംസ് കളിയുണ്ട്. അങ്ങനെ ആക്റ്റീവായിട്ടുള്ളവരെല്ലാം എൻഗേജ് ചെയ്യും ഡെയിലി. നമുക്ക് പുറത്ത് ഇറങ്ങാനൊക്കെ സൗകര്യം ചെയ്ത് കൊടുക്കും അല്ലേ? നടത്താൻ കൊണ്ടുപോകും, എല്ലാവരെയും വെയിൽ കൊള്ളിക്കും. അങ്ങനെ പറ്റുന്ന എല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്. ഗ്രൂപ്പായിട്ടുള്ള എക്സസൈസസ് ഉണ്ട്. പിന്നെ ഈ മെമ്മറി ലോസ് ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും ഗെയിംസും, അങ്ങനെ ഇപ്പം ഒരേ കളറിലുള്ള കുറേ ചോക്ക് പോലുള്ള ഇതെടുത്ത് വെച്ചിട്ട് അത് ഒരേ കളറാക്കി വെക്കാൻ പറയുക, വരയ്ക്കുന്നവരുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ട് അവരെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ എൻഗേജ് ചെയ്തിരുത്തിക്കൊണ്ടിരിക്കും. കേരളം മുഴുവൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരുമാതിരി എല്ലാ വീടുകളും വൃദ്ധസദനങ്ങളാണ്. ഒരപ്പനോ ഒരമ്മയോ അല്ലെ രണ്ടുപേരും പ്രായമായിട്ടിരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഈ ലോൺലിനെസ് എന്ന് പറയുന്നത് ഒരു വലിയ കില്ലറാണ്. ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചും സമയത്തിന് കഴിക്കാതെയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാതെയും പേഴ്സണൽ ഹൈജീൻ നോക്കാതെയും പലർക്കും യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരുന്ന പേഴ്സണൽ കുളിക്കുകയില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവരൊക്കെ ആശുപത്രിയിൽ എത്തിപ്പെടുന്നത്. അപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സിംഗിൾ റൂം കൊടുക്കുകയില്ല, ട്വിൻ ഷെയറിങ് റൂംസേ കൊടുക്കുകയുള്ളൂ. അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ട്വിൻ ഷെയറിങ് റൂം ആകുമ്പോൾ കമ്പാറ്റബിൾ ആവുന്ന ഒരാളെ റൂംമേറ്റായിട്ട് കൊടുത്തേക്കാമെങ്കിൽ അത് ഞങ്ങൾക്കും മാനേജ് ചെയ്യാൻ എളുപ്പമാണ്, അവരും ഹാപ്പി ആയിരിക്കും. ആദ്യത്തെ 1-2 ദിവസമൊക്കെ മക്കൾക്കും അവർക്കൊക്കെ ഒരു മുറുറുപ്പ് കാണും, ഞാൻ ഇത്രയും നാൾ ഒറ്റയ്ക്ക് ജീവിച്ച ആളാണെന്നൊക്കെ. പക്ഷേ ഒരു ഹോസ്റ്റൽ ലൈഫ്, ഒരു കോളേജ് ലൈഫിലേക്കൊക്കെ പോകുന്നൊരു ഫീലിംഗ്, ഒരു പ്രതീതി അവർക്കും വരും. കുറച്ച് കുസൃതിയൊക്കെ ആവും. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചിരുന്ന് TV കാണുന്നവർ കാണും, ഒന്നിച്ച് സിനിമ കാണുന്നവർ കാണും, അങ്ങനെ ഒന്നിച്ച് നടക്കാൻ പോവും. അപ്പോൾ അവർ ഫ്രണ്ട്ഷിപ്പായി കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ സിഗ്നേച്ചറിൽ ഒരാൾക്ക് വന്ന് താമസിക്കണം, അതിൻ്റെ ഒരു സേവനം പ്രയോജനപ്പെടുത്തണമെങ്കിൽ എന്ത് ചിലവ് വരും? എങ്ങനെയാണ് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? ഇവിടെ 2 അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒന്ന് ലോങ് സ്റ്റേ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു വർഷമോ അല്ല അതിന് മുകളിലോട്ടോ നിൽക്കാനുള്ള ഇതുണ്ട് ഉള്ളവർക്കാണ് ലോങ് സ്റ്റേ കൊടുക്കുക. അതിന് മന്ത്ലി ചാർജ് വരുന്നത് 29,500 ആണ്. അതിനകത്ത് റെൻറ്റ്, നഴ്സിംഗ് കെയർ, ഫുഡ്, ലോണ്ട്രി, ഡോക്ടർ കൺസൾട്ടേഷന്, ബേസിക് മൊബിലൈസേഷന്, കോമൺ ആക്ടിവിറ്റീസ്, അങ്ങനെ അവരെ എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് എക്സെപ്റ്റ് ഫോർ മെഡിസിൻസ് ആൻഡ് കൺസ്യൂമബിൾസ്. അവരൊരു കഴിക്കുന്ന മരുന്ന്, പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രീഎംപ്റ്റ് ചെയ്യാനായിട്ട് ലാബ് ടെസ്റ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെ വരുന്ന ഒക്കെയുള്ള എക്സ്പെൻസസ് ആണ് എക്സ്ട്രാ വരിക. ബാക്കിയെല്ലാം 29,500 കവേർഡാണ്. ഇനി ഷോർട്ട് സ്റ്റേ കൂടുതലും പാലിയേറ്റീവ്, എൻഡ് ഓഫ് ലൈഫ് കെയർ ഒക്കെ ആയിരിക്കും. അതിന് വരുന്നത് 32,500 ആണ് മന്ത്ലി ചാർജസ്. അതിനകത്തും ഈ പറഞ്ഞ എല്ലാം ഇൻക്ലൂഡഡ്, റെൻറ്റ്, നഴ്സിംഗ് കെയർ, ഫുഡ്, ലോണ്ട്രി, ഡോക്ടർ കൺസൾട്ടേഷന്, ബേസിക് മൊബിലൈസേഷന്, പിന്നെ ബാക്ക് മസാജ്, അങ്ങനെ ഇത് ബെഡ് സോർ വരാതിരിക്കാനൊക്കെ ഉള്ള ഇത്, അങ്ങനെ എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം 3 സെൻറ്റേഴ്സ്, 3 സെൻറ്റേഴ്സിലും കൂടെ 200ഓളം ആൾക്കാരാണ് താമസിക്കുന്നത്. ആദ്യത്തെ യൂണിറ്റ് ചളിക്കവട്ടം വെണ്ണലയിലാണ്, സെക്കൻഡ് യൂണിറ്റ് കാക്കനാട് കുന്നുംപുറത്താണ്, തേർഡ് യൂണിറ്റ് വാഴക്കാല ദേശീയമുക്ക് തോപ്പിൽ റോഡിലാണ്. ഇതൊക്കെ ഓൺ ബിൽഡിംഗ് ആണ്? ഇല്ല, എല്ലാം റെന്റഡ് ലീസ് ബിൽഡിങ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് അങ്ങനത്തെ പദ്ധതി ഉണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഒരു 300 പേർക്ക് താമസിക്കാവുന്ന ഒരു ഫെസിലിറ്റി പണിയാനായിട്ടൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. മുളന്തുരുത്തിയിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ബിൽഡിംഗ് പെർമിറ്റും ഫയറിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ ഫണ്ട് റേസറായിട്ടും ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് അത്. ബേസിക്കലി ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വയോജൻ മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ആ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ധനസമാഹരണം കൂടി ഉദ്ദേശിച്ചിട്ടാണ്. അതെ, അതായത് അതൊരു സെൽഫ് സസ്റ്റെയിനിങ് ഒരു പ്രോജക്റ്റായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. 300 പേർക്ക് താമസിക്കാവുന്ന ഒരു പദ്ധതി. ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാമും കൊണ്ടാണ് ആ ഫണ്ട് റേസ് ചെയ്യുന്നത്. ഈ മെമ്പർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്, അല്ലെങ്കിൽ അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു 350 ദിവസത്തെ പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് തരുന്നു എന്ന് മാത്രം. 5 ലക്ഷം രൂപ തരുന്ന ഒരാൾക്ക് 2 പേര്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ
അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൗസ് ആണെങ്കിൽ ബ്രദേഴ്സ് ആണെങ്കിൽ അവർ പറയുന്ന 2 പേർക്ക് ആ മെമ്പർഷിപ്പിൽ നിന്ന് ഉപയോഗിക്കാം. അപ്പോൾ 350 ഡേ 5 lakhs ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 350 ഡേയ്സ് പ്രീപെയ്ഡ് ആയിട്ട് അവർ അടയ്ക്കുന്നു എന്ന് മാത്രം. ഈ 350 ഡേയ്സ് അവർക്ക് ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ ആവശ്യം വരുന്നത് ആ സന്ദർഭങ്ങളിൽ വന്ന് താമസിച്ച് സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകാം. ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അവർ ഡിസ്ചാർജായി പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്പർ ഓഫ് ഡേയ്സ് വുഡ് ബി ക്യാരി ഫോർവേഡ്. ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ പ്രായമാകുമ്പോൾ നമുക്ക് ഒരു മുട്ട് റീപ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഒന്ന് വീണു ഫ്രാക്ചർ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി, യൂട്രസ് റിമൂവൽ സർജറി ചെയ്യേണ്ട വന്നു, 2 മാസത്തെ ബെഡ് റെസ്റ്റ് വേണം. അവർ 2 മാസം വന്ന് താമസിക്കുന്നു, സുഖം പ്രാപിച്ചു കഴിയുമ്പോൾ അവർ തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ പോകുന്നു. അപ്പം 60 ദിവസം താമസിച്ചു എന്ന് വിചാരിക്കുക. 350 ദിവസത്തിൽ 60 ദിവസം കഴിഞ്ഞ് 290 ദിവസം അവർ ക്യാരി ഫോർവേഡ് ചെയ്യുക. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ ഒരു 6 മാസമോ 1 വർഷമോ 6 വർഷമോ കഴിയുമ്പോഴത്തേന് അതിലാരെങ്കിലും ഒരു ഹസ്ബൻഡിനോ വൈഫിനോ ഒരാവശ്യം വീണ്ടും വരുന്നു, അവർക്ക് വീണ്ടും വന്ന് താമസിക്കാം. അങ്ങനെ ആ 350 ദിവസം അവരുടെ ലൈഫ് ടൈം കൊണ്ട് തീർന്നു കഴിഞ്ഞാലേ പിന്നെ പേയ്മെൻറ്റ് വരുള്ളൂ. അതായത് ഇപ്പോൾ ആരോഗ്യ ചെലവുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, ജീവിത ചെലവ് വരെ. അപ്പോൾ ആ ഇൻഫ്ലേഷനെ മറികടക്കുന്ന ഒരു ഇതിൽ നമുക്ക് ആ സമയത്ത്, അതായത് ഇപ്പോഴത്തെ ചെലവിൽ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അതിനുള്ള സൗകര്യം കിട്ടുന്നതാണ്. അതായത് ഒരു മെമ്പർ ആവുന്ന ഒരാളെ സംബന്ധിച്ചോളം പ്രൈസ് പ്രൊട്ടക്ഷനുണ്ട്. ഇന്ന് അവർ 5 ലക്ഷം രൂപ തരുന്നു. 5 ലക്ഷം രൂപയുടെ ചിലപ്പം ശരിക്കുള്ള ആവശ്യം വരുന്ന 5 കൊല്ലോ 8 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞാണെങ്കിൽ പോലും അവർക്ക് 350 ദിവസത്തിന് ഒരു വ്യത്യാസവും ഇല്ല. 350 ഡേയ്സിൽ സിഗ്നേച്ചറിലെ എല്ലാ സർവീസസും ലൈക്ക് റെൻറ്റ്, നഴ്സിംഗ് കെയർ, ഫുഡ്, ലോണ്ട്രി, ഡോക്ടർ കൺസൾട്ടേഷൻ, ഫിസിയോതെറാപ്പി, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു, റീഹാബിലിറ്റേഷൻ വേണം, 2 മാസം അവർക്ക് വന്ന് താമസിക്കണം, അല്ലെങ്കിൽ 3 മാസം വന്ന് താമസിക്കണം, അവർക്ക് വന്ന് താമസിക്കാം. ബാക്കി ബെറ്റർ ആയി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോകാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആ എവറിത്തിങ് ഇൻ സിഗ്നേച്ചർ ഇസ് ടേക്കൺ കെയർ. വീട്ടിൽ നമ്മളൊരാളെ നിർത്തി പരിചരിക്കുന്നതിന് പകരം പ്രൊഫഷണൽ കെയർ ഇവിടെ കിട്ടുന്നു. ഇനിയും കസ്റ്റമർ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞു 5 കൊല്ലോ 10 കൊല്ലം കഴിഞ്ഞാലും പ്രൈസസ് റിമെയിൻ ദ സെയിം. എൻ്റെ ആംഗിളിൽ ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാനിപ്പോൾ കടമെടുത്ത് ബിൽഡിങ് പണിയുന്നതിന്, അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതിന് ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ പണിയുന്നതിന് പകരം ഇവരെനിക്ക് പൈസ അഡ്വാൻസ് ആയിട്ട് തരുന്നു. ആ പൈസ വെച്ച് ഞാൻ ബിൽഡിങ് പണിയുന്നു. ഐ റീപേ ദം ഇൻ ടേംസ് ഓഫ് സർവീസ് ദാൻ ആസ് ഇൻട്രസ്റ്റ് ടു ബാങ്ക്സ്. ആ ലോജിക്കേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. 10 കൊല്ലോ 15 കൊല്ലോ കഴിഞ്ഞ് ഇന്നത്തെ കോസ്റ്റ് ആയിരിക്കുകയില്ല, ബട്ട് സ്റ്റിൽ ഹിസ് ഫണ്ട്സ് ഇസ് ദെയർ വിത്ത് മീ. അതാണുള്ള ബിൽഡിങ്ങായി മാറിയേക്കുന്നത്. ആ ലോജിക്ക് അപ്ലൈ ചെയ്യുന്നു അത്ര. ഇപ്പോൾ സിഗ്നേച്ചറിൽ നമ്മൾ വയോജൻ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് അതിനകത്ത് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എന്താണ് അതിൻ്റെ? ബേസിക്കലി എനി ടൈം അഡ്മിഷൻ. ഇപ്പോൾ ഞാൻ ഇതിന് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷൻ, ചെസ്റ്റ് ഇൻഫെക്ഷൻ, സോഡിയം കുറയുക, പൊട്ടാസ്യം കുറയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാധാരണ വീടുകളിൽ ഒരാൾക്ക് വന്നാൽ, പ്രായമുള്ള അച്ഛനോ അമ്മയ്ക്കോ നമുക്കോ തന്നെ വന്നാൽ ഇൻവേരിയബിളി നമ്മൾ എന്താ ചെയ്യുക? ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകും. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ICUവിൽ കയറും. 4-5 ദിവസം ICU കിടക്കണം. ICUവിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവരൊരു ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ടാണ് പലരും വരുന്നത്. കാരണം അവിടുന്ന് ഓൾഡ് ഏജിൽ ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു 75-80 വയസ്സുള്ളൊരു പ്രായമുള്ള ആളെക്കുറിച്ചാണ് പറയുന്നത്. അവിടുന്ന് അവരുടെ ഡിക്ലൈൻ സാധാരണഗതി സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒന്നിൽ ICU റിലേറ്റഡ് ഇൻഫെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ അവർക്ക് പിടിക്കും. ന്യൂമോണിയ ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ICUവിൽ കിടക്കുന്ന സമയത്ത് 2 മരണങ്ങൾ കണ്ടു കാണും, 2 ആക്സിഡൻറ്റ് കേസസ് കണ്ടു കാണും. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള അവരുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് പോയി, തിരിച്ചു വരുമ്പോൾ നടക്കാൻ പേടിയാണ്, നടക്കത്തില്ല, അങ്ങനെ പല ഒരു ഡൗൺ ഹില്ലാണ് പലരെക്കുറിച്ചും കാണുമ്പോൾ. അപ്പോൾ മെമ്പർ ആവുന്ന ഒരാൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വന്നാൽ ഞങ്ങളുടെ അടുത്തോട്ട് വരിക. വി വിൽ ടേക്ക് കെയർ ഓഫ് ദം. പരിചരണത്തിനാണ് മുൻതൂക്കം, ചികിത്സയ്ക്കല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയാം. ഹോസ്പിറ്റലുമായിട്ട് അല്ല, ഇതൊരു പരിചരണ കേന്ദ്രമാണല്ലോ. അപ്പോൾ അതിന് വേണ്ട ചെറിയ മരുന്നുകളൊക്കെ കൊടുത്ത് അവരെ റെഡിയാക്കി എടുക്കും, അത് വേറെ കാര്യം. പിന്നെ അപ്പം എനി ടൈം അഡ്മിഷൻ, അത് ഏത് പാതിരായ്ക്കും മെമ്പർക്കൊരു സുഖമില്ലായ്മ തോന്നി, അതെന്തും ആയിക്കോട്ടെ, ഒരു കൺഫ്യൂഷൻ ആയിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും ഇങ്ങ് പോരെ. അതായത് വേണമെന്നുണ്ടെങ്കിൽ വി വിൽ സെൻഡ് ദി ആംബുലൻസ്, അല്ലെന്നുണ്ടെങ്കിൽ അവർ വണ്ടി പിടിച്ച് ഇങ്ങ് പോരെ. വി വിൽ ടേക്ക് കെയർ ഓഫ് ദം ഫ്രം ദെൻ ആൻഡ് ദെയർ. പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കെല്ലാം ഉള്ളൊരു കൺഫ്യൂഷൻ തന്നെ, ഇത് ഡോക്ടർ പറയുന്നത് കറക്റ്റാണോ, ഈ ആശുപത്രിയിൽ പോകണോ, ആ ആശുപത്രിയിൽ പോകണോ, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന മെമ്പർ ആണെങ്കിൽ യു കം ടു അസ്, നമ്മളിത് എന്നാന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സ്റ്റഡി ഡിസിഷൻ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു നല്ല തീരുമാനം എടുക്കുക. ഇന്ന ഹോസ്പിറ്റലിൽ പോവുക, ഇന്ന സർജറി ചെയ്യുക, അല്ലെ ഇന്നത് ചെയ്യണോ വേണ്ടയോ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിന് ഡോക്ടേഴ്സിൻ്റെ സേവനം തേടോ? ഫ്രം എ ന്യൂട്രൽ പാനൽ ഓഫ് ഡോക്ടേഴ്സ് നമ്മൾ ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്ത് പ്രൊവൈഡ് ചെയ്യും.
പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം 2 വാർദ്ധക്യത്തിൽ എത്തിയ 2 പേര് വീട്ടിൽ താമസിക്കുന്നു. ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആവേണ്ട ഒരു സാഹചര്യം വന്നു. ആര് കൂടെ നിൽക്കും, അല്ല ആരാ എൻ്റെ കൂടെ വരാനുള്ള എന്നുള്ള കൺഫ്യൂഷൻ. മെമ്പർ ആണെങ്കിൽ ഇതൊന്നും പറയേണ്ട, അവർ നമ്മുടെ അടുത്ത് വരുന്നു, അവിടുന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടെ ആളെ ആയിട്ടാണ് അവർ ഹോസ്പിറ്റലിലേക്ക് വിടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഒരു അഷ്വറൻസ് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യുകയാണ്. പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണല്ലോ. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ എമർജൻസി സർവീസിന് ആംബുലൻസ്, ഇനി ഒരു ഡോക്ടറെ കാണാൻ പോകണം. സോ വി വിൽ ഫെസിലിറ്റേറ്റ് ഓൾ ദിസ്. അപ്പോൾ വണ്ടി വിടുക, അല്ലെങ്കിൽ കൂടെ ഒരാൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് വരണോ, ഇതെല്ലാം നമ്മൾ അസിസ്റ്റ് ചെയ്യും. അപ്പോൾ മെമ്പേഴ്സിന് കിട്ടുന്ന അതാണ്. പിന്നെ ഈ മെമ്പേഴ്സിന് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, അവരുടെ വീടുകളിൽ നോക്കാൻ ആളില്ലെങ്കിൽ വി വിൽ ഫെസിലിറ്റേറ്റ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, വിൽ ക്രിയേഷൻ, ഡോക്യുമെൻറ്റേഷൻ, എക്സിക്യൂഷൻ. അതും വലിയൊരു സേവനമായിട്ട് ഞാൻ കാണുന്നത്. കാര്യം പല വീടുകളിലും അപ്പനോ അമ്മയോ മരിച്ചു കഴിയുമ്പോൾ കുടുംബം തമ്മിലൊരു ഐക്യമില്ലാതെ പോകും. ഈ വില്ലൊന്നും പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാതെ, അതിനെക്കുറിച്ച് മര്യാദയ്ക്ക് സംസാരിക്കാതെയൊക്കെ ഇരിക്കുന്നത്. അപ്പം മെമ്പേഴ്സിന് വേണ്ടിയിട്ട് വി ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഓൾസോ. എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ നമ്മളെ പറഞ്ഞ് ഏൽപ്പിക്കുവാണെങ്കിൽ അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് അപ്പൻ്റെ ആഗ്രഹം എന്നാണോ അത്. ഇപ്പം പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. ചിലർ ബില്ല് നേരത്തെ കാലക്കൂട്ടി എല്ലാ മക്കൾക്ക് എഴുതി കൊടുത്തേച്ച് മക്കളുടെ കാരുണ്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. ചിലരിതൊന്നും എഴുതി കൊടുക്കുകയില്ല, മരിച്ചാലും അവർ തമ്മിൽ തല്ലിക്കോട്ടെന്ന് പറഞ്ഞിട്ട് എസ്കേപ്പിസം റൂട്ട് എടുത്തിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സെറ്റ് ഓഫ് ആൾക്കാരെ നമ്മൾ കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിൽ ക്രിയേഷൻ, documentation, execution also we will take care so that the family stays together. ഈ ലിവിംഗ് വില്ലിനെ കുറിച്ചൊന്നും കൂടെ വ്യക്തമായിട്ട് പറയാമോ? ഞാൻ എപ്പോഴും പറയും, you and me don't get to decide for ourselves when it comes to the last stages of our life. അവിടെ തീരുമാനങ്ങൾ നമ്മുടെയല്ല, മറ്റുള്ളവരാണ് തീരുമാനം എടുക്കുക. അത് പലപ്പോഴും വൈകാരിക തീരുമാനമായിരിക്കും. ആ ഇമോഷണൽ ഡെസിഷൻ എന്ന് പറയുമ്പം നമ്മൾ പലപ്പോഴും ബുദ്ധി കൊണ്ടല്ല തീരുമാനം എടുക്കുന്നത്, ഹൃദയം കൊണ്ടാണ്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അല്ല എൻ്റെ സഹോദരൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു ഇമോഷണൽ കോഷ്യൻ്റ് വരുമ്പോൾ പലപ്പോഴും ചികിത്സിച്ചിട്ടും ഭേദമില്ലാത്ത അസുഖങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് പ്രശ്നങ്ങളാണെങ്കിലും പലരും വെൻറ്റിലേറ്ററിലും ഇൻറ്റുബേഷനും അങ്ങനെ ട്യൂബുകളും വയറുകളും മെഷീൻ്റെ സപ്പോർട്ടിലും ഒക്കെ ജീവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അത് പലർക്കും ആഗ്രഹമില്ല. കാര്യം നമ്മൾ നീട്ടിക്കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദുരിതപൂർണമായ കുറേ ദിവസങ്ങളോ വർഷങ്ങളോ ആണ്. ഒരായുസ്സും കൊണ്ട് സമ്പാദിച്ചത് ഒരുപക്ഷെ ആ സമയം കൊണ്ട് പല ആശുപത്രികളിലായി ചിലവാക്കിയിട്ടുണ്ടാവും. അത്രയും കൂടെ ഹതഭാഗ്യരാണെങ്കിൽ ചിലർ മക്കൾക്ക് കടവും വരുത്തി വെച്ചായിരിക്കും മരിക്കുക. അപ്പം നമ്മൾ നല്ലൊരു ജീവിതം നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിച്ചേച്ച് അവസാനം വരുമ്പോൾ കല ഉടച്ചേച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. പ്രൊവൈഡ് ചെയ്യുന്നൊരു ലിവിങ് ബില്ല് എഴുതി വെക്കുന്നു. ഞാൻ പറയുകയാണ് ഇന്ന കാരണങ്ങൾ, ഇപ്പോൾ എനിക്ക് 80 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ക്യാൻസർ വന്നാൽ എനിക്ക് റേഡിയേഷൻ വേണ്ട, എൻ്റെ ഇഷ്ടം ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഒരു തീരുമാനം എടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ അത് എഴുതി വെക്കുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള നമ്മൾ ആൾക്കാരെ ഉത്തരവാദിത്തപ്പെടുത്തുന്നു. ആ കൂടെ സിഗ്നേച്ചർ ഫൗണ്ടേഷനെ കൂടെ ഉത്തരവാദിത്തപ്പെടുത്തി കഴിഞ്ഞാൽ വി വിൽ ടേക്ക് കെയർ ഓഫ് ദെയർ എവറി നീഡ് ടുവേർഡ്സ് എൻഡ് ഓഫ് ലൈഫ്. 300 മെമ്പേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഒരു 100ഓളം പേര് 103 പേരോളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് കളക്ട് ചെയ്തിട്ടില്ല. 300 പേരുടെയും ആയിട്ട് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 2026 സ്റ്റാർട്ട് ചെയ്യണം. ഒരു 2 years കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുന്നു. അവിടെ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ ഇവിടെ ഉള്ളതിനേക്കാളും എന്തൊക്കെ ഫെസിലിറ്റീസ് ഉദ്ദേശിക്കുന്നത്? അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ റീഹാബിലിറ്റേഷൻ സെൻറ്റർ കാണും. അതായത് സ്ട്രോക്ക് വന്ന ആൾക്കാർക്ക് റീഹാബിലിറ്റേറ്റഡ് ആവാൻ, തന്നെ കുളിക്കുന്നത് എങ്ങനെ, തന്നെ ഒരു വണ്ടിയെ കയറുന്നത് എങ്ങനെ, അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു റെപ്ലിക്ക പോലെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ്സ് എ ഫുൾ ഫ്ലെഡ്ജ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഓൾസോ. കാര്യം നമ്മുടെ കേരളത്തിൽ സ്ട്രോക്കൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ പലരും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഒന്ന് വീട്ടിൽ ഇവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയാൽ പിന്നെ അവർ ശിഷ്ടകാലം കട്ടിലേക്ക് കിടക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതേസമയത്ത് അവർക്ക് ആദ്യത്തെ 90 days വളരെ ക്രൂഷ്യൽ. അപ്പോൾ ആദ്യത്തെ 90 days കൊടുക്കാവുന്ന അത്രത്തോളം ഫിസിയോ കൊടുത്ത് മൊബിലിറ്റി ആക്കി അറ്റ്ലീസ്റ്റ് സ്വന്തം കാര്യം ചെയ്യാൻ ഉള്ള പരുവത്തിനാക്കിയെടുത്താൽ ദേ വിൽ നോ ലോങ്ങർ ബി എ ലയബിലിറ്റി. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ബാധ്യതയായി മാറുമെന്ന്. എത്രയായാലും വീട്ടിൽ കഴിയുമ്പോൾ തന്നെ അതൊരു ബാധ്യതയായി മാറും. അപ്പം സ്വയം ബാധ്യതയാവാതിരിക്കാൻ നോക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിനൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അവനവനിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് കാണും, കുറച്ചുകൂടെ സ്പേസ് കാണും, സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒരു കെയർ ഹോം എന്ന് പറയുമ്പോൾ 65,000 square feet
ബിൽഡിംഗ് ആണ് മനസ്സിൽ കാണുന്നത്. 2015 ആദ്യത്തെ തുടങ്ങുന്നത്. അന്ന് ഇത് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനും അവരൊരു വിശ്വാസത്തിലെടുക്കാനും ഒക്കെ സാധിച്ചു. എന്തൊക്കെ ഒരു ആ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമ്മൾ പ്രോഗ്രസ് ചെയ്തോന്ന് ചോദിച്ചാൽ പ്രോഗ്രസ് ചെയ്ത സോഷ്യൽ സ്റ്റിഗ്മ ഇന്നും ഉണ്ട്. അന്ന് ഇതിലും കൂടുതലായിരുന്നു. കാര്യം വീടുകളിൽ നല്ല പരിചരണമോ ചികിത്സയോ അല്ലെങ്കിൽ കരുതലോ കിട്ടിയില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, വീടുകളിൽ കിടക്കണം എന്നാൽ ഒരു നഴ്സിംഗ് ഹോമിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ പോലുള്ള ഹോസ്പിറ്റൽ സെൻറ്ററിലോ കെയർ ഹോമിലോ വന്നാൽ അത് എന്തോ നാണക്കേടാണ് എന്ന് ചിന്തിച്ചിരുന്നൊരു സമയമായിരുന്നു അത്. പിന്നെ കാലക്രമേണ മനുഷ്യർക്ക് മനസ്സിലായി തുടങ്ങി പ്രൊഫഷണൽ കെയർ എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, പീസ് ഓഫ് മൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി മാറ്റമുണ്ട്. പിന്നെ വേറൊന്നും നമ്മൾ വായിച്ചാൽ ഇന്നും ഒരു 80 വയസ്സല്ല അതിന് മുകളിലോട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇന്നും അവരവർ തന്നെ അവരുടെ മക്കൾ തന്നെ നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ലാർജ്ലി ഒരു 75 വയസ്സിന് താഴോട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ളവരാണ്. അവർക്ക് മക്കളെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, മക്കളുടെ ആ ഒരു വഴിയിൽ വന്ന് നിൽക്കണം എന്നില്ല, അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹമില്ല. അത് ഇനിയും മുന്നോട്ടത് കൂടത്തേ ഉള്ളൂ. കാര്യം യുവജനങ്ങൾ കേരളത്തിന് പുറത്ത് പോകുന്നു, നാട്ടിൽ ആളില്ല, വീടുകളിൽ അപ്പനും അമ്മയും ഒറ്റയ്ക്കാണ്. ഒരു നല്ല ശതമാനം കേരളത്തിലെ വീടുകളും വൃദ്ധസദനങ്ങളാണ്. കാര്യം അതിനകത്ത് ഒരു അപ്പനോ ഒരു അമ്മയോ മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഇത് വരുന്നതുകൊണ്ട് ആ ഒരു സോഷ്യൽ കോൺസെപ്റ്റ് ഒത്തിരി മാറി വരുന്നുണ്ട്. ഇപ്പം സാർ പറഞ്ഞാൽ കുടിയേറ്റം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ രംഗത്ത് ഇനി എന്തൊക്കെയാണ് ഒരു പുതിയ സാധ്യതകൾ എന്ന് പറയുന്നത്? ഇന്ന് ഏർലി വാർദ്ധക്യമാണ് പലരിലും കാണുന്നത്. എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ 60-65 വയസ്സാകുമ്പോഴേ തന്നെ എനിക്ക് വയ്യ അസുഖങ്ങളായി ഒരാളുടെ ഹെൽപ്പ് വേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തുന്നു. പാർക്കിൻസോൺസും കൂടി വരുന്നു, ആർത്രൈറ്റിക് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കൂടി വരുന്നു. ഇപ്പോഴത്തെ ഒരു അനാലിസിസ് വെച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള ഹോമുകളിൽ താമസിക്കാൻ റെസിഡൻസിന് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും വരികയില്ല. പക്ഷെ നോക്കാൻ ആളില്ല അല്ലെങ്കിൽ പരിചരിക്കാൻ ആൾ കേരളത്തിലില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്കെല്ലാം വിദേശത്തേക്ക് പോകണം. എല്ലാവരുടെയും ലക്ഷ്യം കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ സെറ്റിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിക്താനുഭവം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എംപ്ലോയി ചെയ്യാനായിട്ട് ആൾക്കാരെ കിട്ടാൻ കുറവായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മനസ്സിന് നന്മയും എന്തൊക്കെ ഡിഗ്രി ഉണ്ട് എത്രയൊക്കെ പഠിച്ചതാണെന്ന് പറഞ്ഞാലും മനസ്സിന് നന്മയുള്ളവരെ കൊണ്ട് ഇങ്ങനെ വയ്യാത്തവരെ ശുശ്രൂഷിക്കാനും അല്ലെങ്കിൽ പരിചരിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു കൺസേൺ ആണ്. ഗോയിങ് ഫോർവേഡ് നല്ല ആളെ കിട്ടുക എന്നൊക്കെ ഉള്ളത് വലിയൊരു കൺസേൺ, ഒരു ചലഞ്ചിങ് ഏരിയ ആയിട്ട് തന്നെ നിൽക്കും. ഇപ്പം നഴ്സിംഗ് ക്വാളിഫിക്കേഷനെങ്കിലും ഉള്ളവരായിരിക്കുമല്ലോ നമ്മുടെ. ഇപ്പം നമ്മളെല്ലാവരും ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ജെറിയാട്രിക് കോഴ്സസ് പഠിച്ചവർ അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രമേ എംപ്ലോയ് ചെയ്യുന്നുള്ളൂ. അതങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാര്യം എന്നാലേ ഒരു പ്രൊഫഷണൽ കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുടിയേറ്റം കൂടുതലായതുകൊണ്ട് തന്നെ നഴ്സുമാരൊക്കെ പുറത്തേക്ക് പോകാനായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിവിടെ ക്വാളിറ്റിയുള്ള ജീവനക്കാരെ കിട്ടുന്നുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് 1-2 വർഷം ജോലി ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് അതും കൊണ്ട് പുറത്തു പോകാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ കുറച്ച് കഴിയുമ്പോഴത്തേന് എങ്ങനെ ആയിത്തീരും എന്നുള്ളത് കണ്ടറിയണം. അതായത് ഇവർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കാലയളവ് കൂടുതലാണോ അതോ പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ആൾക്കാർ മാറുമോ? അത് ഒരു അസൗകര്യമാണല്ലോ നമുക്ക് സൃഷ്ടിക്കുന്നത്. ഇതിനകത്ത് ഈ മേഖലയിൽ ഞാൻ എപ്പോഴും പറയും 6 മാസമേ ജോലി ചെയ്തുള്ളതിലും ഞാൻ സന്തോഷവാനാണ്. ബട്ട് യു ഹാവ് ടു ഗീവ് യുവർ ബെസ്റ്റ്. അതായത് സ്വന്തം അപ്പനായിട്ട് അമ്മയായിട്ട് കണ്ട് ഇവരെ പരിചരിക്കാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ 6 മാസം ജോലി ചെയ്താലും ഐ എം ഹാപ്പി, ഐ വിൽ ഗീവ് എ സർട്ടിഫിക്കറ്റ്. പക്ഷേ ഇപ്പം തുടങ്ങിയപ്പോൾ മുതലുള്ളൊരു 25% ഓഫ് ദ ടീം ആദ്യം മുതലേ ഉള്ളവരാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കാലം തെളിയിച്ചവരും ഊതിക്കാച്ചി എടുത്തവരും ഒക്കെയാണെന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻ ടു ദിസ്. അവർക്ക് അവരുടെ ബ്ലഡിലുണ്ട്. ഇപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ളൊരു മേഖല ജോലി ചെയ്യാനും ഒരു കരിയർ ബിൽഡ് ചെയ്യാനും താല്പര്യമുള്ളവരായതുകൊണ്ട് അവരങ്ങനെ നിൽക്കുന്നു. ബട്ട് ഒരു 70-75% ആൾക്കാരും ഒരു ആവറേജ് ടേൺ ഓവർ കുഡ് ബി 1 വർഷം 2 വർഷത്തേക്കുള്ളൊന്നും നിൽക്കുന്നവർ കുറവാണ്. ഈ ജീവനക്കാരെ കൊണ്ട് തന്നെയാണെങ്കിൽ ഏറ്റവും മികച്ചൊരു കെയർ ഒക്കെ കൊടുക്കാനായിട്ട് അത് എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഒന്ന് പേഴ്സണൽ അറ്റൻഷൻ, എൻ്റെ പേഴ്സണൽ അറ്റൻഷനുണ്ട്. എല്ലാ നഴ്സിംഗ് സൂപ്രണ്ട്സും അവരുടെ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട്സും എല്ലാവരും അതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആണ്. അവരൊക്കെ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഓരോ പേഷ്യൻറ്റിനെയും പല പ്രാവശ്യം ഡെയിലി കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതാണ്. പിന്നെ പിള്ളേർ വന്ന് അവിടെ കയറി കുറച്ച് ദിവസം ജോലി ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും
ഇങ്ങേരുടെ ജോലി ചെയ്യണമെങ്കിൽ എല്ലാ പാപ്പനും അമ്മാമ്മയും നല്ല വൃത്തിയിലും വെടുപ്പിലും ആയിരിക്കണം, അവരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർക്കും മനസ്സിലാവും. അപ്പം ഞാനെപ്പോഴും പറയും, ഞാൻ അധികം സംസാരിക്കുകയല്ല, ഞാൻ എൻ്റെ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ അവർ ഒന്ന് കണ്ണുവീഴ്ച കാണിക്കുന്നതോടുകൂടി അവർക്ക് മനസ്സിലാവും ഇത് ശരിയാകുകയല്ല, ഇത് ചെയ്തിരിക്കേണ്ടതാണ് എന്നുള്ളത്. അപ്പോൾ അവർ ചെയ്തോളും. ഞങ്ങളൊക്കെ ഒരു 10 പേരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 പേര് ഫിൽട്ടർ ഡൗൺ ചെയ്ത് ഒന്നാം പൊക്കം രണ്ടാം പൊക്കം അങ്ങനെ ഫിൽട്ടർ ഡൗൺ ചെയ്ത് ഒരു 5 ദിവസം കഴിയുമ്പോൾ ഇൻവേരിയബിളി അത് ഒരാളായി ചുരുങ്ങും. എന്ന് പറഞ്ഞാൽ ആ 10 ദിവസം കൊണ്ട് ഇപ്പം ഞാൻ പറയാം അത് മതി. കാര്യം എന്നാന്ന് ചോദിച്ചാൽ മനസ്സിന് നന്മയുള്ള ഒരാൾ കയറിയാൽ ഐ വിൽ ബി ഹാപ്പി. അപ്പം റിക്രൂട്ട്മെൻ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആര് വന്നാലും നമ്മൾ റിക്രൂട്ട് ചെയ്യും, ജോയിൻ ചെയ്യാൻ പറയും. അവർ സ്വയം ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ ഒരു നല്ല ശതമാനം ആൾക്കാർ പിരിഞ്ഞു പോകും. കാര്യം അവർക്ക് തോന്നും ഈ ഒരു ലെവൽ ഓഫ് കെയർ അവർക്ക് കൊടുക്കാൻ പറ്റിയല്ല, അല്ലെ അവരെ കൊണ്ട് പറ്റുന്ന ഒരു മേഖലയല്ല, അല്ല ഒരു കപ്പ് ഓഫ് ടീ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോകും. പിന്നെ 3-ാം പൊക്കം കുറച്ച് പേര് പറയും ഇയാളുടെ ജോലി ചെയ്യാൻ പറ്റിയല്ല, കാര്യം ഇങ്ങനെ ഇതുപോലെ പ്രായമുള്ളവരെ പരിചരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇതിന് നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ 5-ാം പൊക്കം ആകുമ്പോൾ ഒരാളെ കാണുകയുള്ളൂ. ബട്ട് വി ആർ ഹാപ്പി വിത്ത് ഇറ്റ്. ഒരു മനസ്സിന് നന്മയുള്ള ആൾക്കാർ നിൽക്കണം, അവർ മാത്രം മതി എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് പോകുന്നത്. അവർ അങ്ങനെയുള്ളവർ നിന്നാലേ ഉള്ളൂ റെസിഡൻസും ഹാപ്പി ആവുള്ളൂ. ഇവരെ കെയർ ചെയ്യാനായിട്ട് ഇത്ര ജീവനക്കാർ അങ്ങനെ ഉണ്ടാവണമല്ലോ. ഞങ്ങൾക്ക് ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റുമായിട്ട് സ്റ്റാഫ് കയറണം. അപ്പം ടോട്ടലി 200 പേരെ നോക്കാനായിട്ട് അബൌട്ട് 130ഓളം ജീവനക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഷിഫ്റ്റിലായിട്ട് കയറുന്നവരാണ്. കിച്ചണും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫും ഡ്രൈവർമാരും അങ്ങനെ നഴ്സുമാരും എല്ലാം കൂടെ വലിയൊരു ടീമാണ്. 130ഓളം പേര് ജോലി ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ 300 കിടക്കുകളുള്ളൊരു കേന്ദ്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അതിനേക്കാൾ അപ്പുറത്തേക്കുള്ളൊരു സിഗ്നേച്ചർ എഡ്ജ് കെയറിൻ്റെ ഒരു ദീർഘകാല വിഷൻ എന്താണ്? അതിനകത്ത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വശങ്ങളുണ്ട്. ഞാനിതിനെക്കുറിച്ച് ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. ഇതിനൊരു നീഡ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ പലയിടത്തും കൊണ്ട് തുടങ്ങിക്കഴിയുമ്പം പേഴ്സണലൈസ്ഡ് ഒരു അറ്റൻഷൻ ചിലപ്പം കൊടുക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ 200 പേരെ എനിക്ക് പേരെടുത്തറിയാം, ഓരോരുത്തരുടെയും പ്രശ്നങ്ങളറിയാം. അത് 300 ആയാലും എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് 300 പേരെന്ന് ഞാൻ മനസ്സിൽ കണ്ടത്. അതിനപ്പുറത്തോട്ട് വളർന്നാലും ഒരു ഓർഗാനിക് ഗ്രോത്ത് ആയിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നല്ല പരിചരണം ചിലപ്പം അഷ്യൂർ ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. സോ ഐ തിങ്ക് ഐ ആം ഹാപ്പി ദ വേ ഇറ്റ് ഇസ്. അത്രയൊക്കെ മതി. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നമ്മൾ ചെയ്യുക. ഒത്തിരി അങ്ങ് ചെയ്താലും ചിലപ്പം നമ്മുടെ കൈ വിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ചീത്തപ്പേര് വരാനോ ഒന്നും ഇടവരുത്താതിരിക്കുകയല്ല നല്ലത്. ഈ കോർപ്പറേറ്റ് ജോലിയൊക്കെ വിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിലൊരു ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയതിലൊരു തീർച്ചയായിട്ടും സംതൃപ്തിയൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. ബിക്കോസ് വി ഹാവ് ടച്ച്ഡ് എ ലോട്ട് ഓഫ് ലൈഫ്സ്. 500ഓളം പേർക്ക് നല്ല മരണം ഒരുക്കി കൊടുത്തു. 12,000-ഓളം പേരെ പരിചരിച്ചു ഇതുവരെ. ഒരുപാട് അമ്മമാരുടെ അച്ഛന്മാരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ട്. കാണുമ്പം ഡെയിലി അവരുടെ സ്നേഹവും സന്തോഷമൊക്കെ ഏറ്റുവാങ്ങി ജീവിക്കുക എന്ന് പറയുന്ന വളരെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു എനർജി പകർന്നു തരുന്ന ഒരു എനർജി ബൂസ്റ്ററാണ് എന്നെ സംബന്ധിച്ചുള്ള കാര്യം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓരോ യൂണിറ്റിൽ കയറി ഓരോരുത്തരെ കാണുമ്പം ഓരോരുത്തരുടെ സ്നേഹവും അവരുടെ കരുതലും, ഒരു ദിവസം പോലും കണ്ടില്ല എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ ആളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചോളം. ഇറ്റ് ഗിവ്സ് മി എ ലോട്ട് ഓഫ് പോസിറ്റീവ് എനർജി. ഇതിൽ തന്നെ ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം, ഇതാണ് എൻ്റെ പാത എന്ന് ഉറപ്പിച്ചൊരു അനുഭവങ്ങൾ പറയാൻ പറ്റുമോ? അത് എല്ലാ ദിവസമുള്ള അനുഭവമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അപ്പനെ അമ്മയെ കാണുമ്പം അവർ എന്നോട് കാണിക്കുന്ന സ്നേഹം, കയ്യെ പിടിച്ചുമ്മ തരുന്നു, അല്ലെങ്കിൽ തലേന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന എന്തെങ്കിലും എനിക്ക് വേണ്ടി പൊയിഞ്ഞ് വെച്ചേക്കുന്നത് അഴുക്കായതാണേലും അവരെ സംബന്ധിച്ചോളം എനിക്ക് തരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും സ്നേഹപ്രകടനങ്ങൾ വ്യത്യസ്തമായിട്ടാണ്. നമ്മളെ കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വണ്ടി വരുന്നത് നോക്കി നിൽക്കുന്നു. അങ്ങനെ അത് പറഞ്ഞ് പിടിപ്പിക്കാൻ പാടാ. അത് വിഷ്വലൈസ് അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴും അത് ബോധ്യമാവുള്ളൂ. ഞാൻ ഇപ്പം ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന്. ഇപ്പം ഞാൻ പറയുന്ന ഒരു അപ്പനി അടുത്തിടയ്ക്ക് മരിക്കാറായി എന്ന് പറഞ്ഞാൽ ഈ വാസ് മെൻ്റലി വെരി അലേർട്ട്. സ്ട്രോക്കായിരുന്നു, ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മരിക്കുന്നതിന് അന്ന് വൈകുന്നേരം ഞാൻ ഇറങ്ങുമ്പോൾ പുള്ളിയെ കാണാൻ ചെന്നപ്പം പുള്ളി എന്നോട് എൻ്റെ കയ്യൊക്കെ കയറി പിടിച്ച് വെച്ച് പറഞ്ഞു, ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഉദ്ദേശിക്കുന്ന ഗ്രേറ്റ്ഫുൾനെസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഞാൻ സിഗ്നേച്ചറിനെ കുറിച്ച് പുള്ളി നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, എന്നെ നേരിട്ട് വന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളി ആ പരുവത്തിൽ വന്ന് പരിചയപ്പെടുമെന്ന് പുള്ളി വിചാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പേഷ്യൻ്റായിട്ടാണ് വരുന്നത്, സ്ട്രോക്ക് പേഷ്യൻ്റായിട്ട് വൈഫും മകളും കൂടെ കൊണ്ടാക്കുന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് നേരത്തെ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വന്നൊക്കെ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷേ ഈ പരുവത്തിലാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതെന്ന് പറഞ്ഞു.
ഇപ്പം എന്നോട് പോകാൻ നേരത്ത് മരിക്കുന്നതിനൊരു 2 മണിക്കൂർ കഷ്ടിയും മുന്നേ പറഞ്ഞ ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു എന്ന് പറഞ്ഞാൽ പുള്ളി വന്നപ്പോൾ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുള്ളൂ, എന്നെ കഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വരുമ്പോൾ ഉള്ളൊരു ധാരണ ഇനി വെന്റിലേറ്ററിലിടുവോ അല്ലെങ്കിൽ ഇട്ട് നീട്ടിക്കൊണ്ട് പോവോ എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു കൺസേൺ. അപ്പം ഐ ഹാഡ് പ്രോമിസ്ഡ് ഹിം നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല പരിചരണം ഇവിടെ തരും, ബി അഷ്വേർഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പം മേ ബി സ്റ്റേറ്റ് വിത്ത് us ഫോർ അബൌട്ട് 2 months. അത് കഴിഞ്ഞപ്പോൾ അന്നേരത്ത് ആ ഒരു മരിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ പറയുമ്പം അതിൻ്റെ കയ്യിലൊരു ഉമ്മയൊക്കെ തന്നേച്ച് പറഞ്ഞു ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന്. നന്ദി ഇത്രയും നേരം ബനത്തിനൊപ്പം ചെലവഴിച്ചതിന്. ഒരുപാട് പേർക്ക് ഇനിയും എന്താ പറയുക ജീവിതത്തിൻ്റെ അവസാന നാളുകൾ തണലാകാനായിട്ട് സിഗ്നേച്ചറിനും താങ്കൾക്കും സാധിക്കട്ടെ. നന്ദി. താങ്ക് യു. അങ്ങനെ തന്നെ ആവട്ടെ.